അടിക്കി എന്തത് നബടി സൂക്ഷിക്കണം, ഐപാഡാണ്. ആ വെൽക്കം മിസ്റ്റർ ഭാഷ. സോറി, ഞാൻ നിങ്ങളെ ഭാഷ എന്ന് വിളിക്കില്ല. B2 ഭാഷ 2. വാ. ഓരോ കണ്ടുമുട്ടലുകളും വിടവാങ്ങലിന്റെ തുടക്കമാണത്രേ. മരിക്കാൻ നേരത്തെ അപ്പൂപ്പ പറഞ്ഞതാണ്. എവറി എൻകൗണ്ടർ ഇസ് ബിഗിനിങ് ഓഫ് എ ഫേവൽ. അടി. അത് മാത്രം തിന്നല്ല, എന്തെങ്കിലും അടിക്ക്. ഓരോ മഹാസൗഹൃദങ്ങളും ആരംഭിക്കുന്നത് മദ്യത്തിന്റെ മുന്നിലാണത്രേ. എവറി ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് arises in the presence of alcohol. മനസ്സിലായോ എന്നെ? ഇല്ല? തോറ്റ്? ഐ ആം DM ബാലു മഹേഷ്. ഒരു ഡബ്ലിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കാറിന്റെ പേര് കല്ലെടുത്തറിയും ഞാൻ. പഠിപ്പിസ്റ്റ് ബാലു നീയാണ്. എന്നെ പറ്റിയ ആളുകൾ ഇപ്പോഴും അങ്ങനെ പറയണ്ടോ? എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഇത് വിമലിന്റെ പരസ്യല്ലേ? ഡിപ്പിക്കുമ്പോ മൾട്ടിക്കാൻ നിൽക്കരുത്. പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് മടി കൂടാതെ യാത്ര ചെയ്യുന്നവനാണ് യഥാർത്ഥ വിജയി. നെവർ ഗീവ് അപ്പ്. മിസ്റ്റർ B2, എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. ഇമ്മാതിരി കൂതറുകളായിട്ട് ഇനി കമ്പനി വിടാൻ നിൽക്കരുത്, മനസ്സിലായോ? കുറെ നേരമായി ഞാൻ ക്ഷമിക്കുന്നു. നിന്നെയാണ് കല്ലെടുത്തെറിയേണ്ടത്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് വിട്ട് പോകാൻ പാടില്ല. ഇവൻ വെറും തറയാണ്, മനസ്സിലായ? ക്ലാസ് പിടിച്ചേ കല്ലെടുത്തറിയ പിശാശി. വാടാ പരിപ്പേ. ുണ്ടല്ലേ. ഹായ് ഗൈസ്. നമ്മുടെ ബാലു ഇങ്ങനെ വരസേ. അവന്റെ അച്ഛൻ DYSP അല്ലേ? അയാൾക്ക് എറണാകുളത്ത് സ്ഥലം മാറ്റം കിട്ടിപ്പോയതാ. അവരവിടെ ഒരു കോളേജിൽ ചേർത്തു. ഒരു മൊബൈലും വാങ്ങിക്കൊടുത്തു. അവിടത്തെ ഏതോ ഒരു SIയുടെ ഭാര്യയുടെ കുളിസീനെടുത്ത് തുടങ്ങി. പിന്നെ കഞ്ചാവ്, മയക്കുമരുന്ന്, മാല പൊട്ടിക്കൽ വരെ ഉണ്ടെന്നാണ് കേട്ടത്. അവൻ ആ പരിപ്പിന്റെ കൂടെ വലിഞ്ഞു കയറി വന്നതാണ്. ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല. അത് ശരി. എടാ കട്ടി. എനിക്ക് കാണുമ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ. സാധനം ഇവിടെ എല്ലാം ഇവിടെ ഉണ്ടാ. സെറ്റാണ് സെറ്റ്. അല്ല ഇതെന്താ കാക്കി? കാക്കി അപ്പൊ നിന്നൊന്നും പറഞ്ഞില്ലേ? ഞാനൊന്നും പറയാൻ പോയില്ല. നല്ല ബെസ്റ്റ് കഥയാണല്ലോ, ഇവൻ തന്നെ പറഞ്ഞോട്ടേന്ന് കരുതി. വേലയും കൂലിയില്ലാതെ നടക്കുന്ന ഇവനെ നന്നാക്കാൻ ഇവന്റെ അച്ഛനൊരു ബിസിനസ് ഇട്ടു കൊടുത്തു. പന്നി ഫാം. അടിപൊളി. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്ന കണ്ടപ്പോ പുള്ളി ഇവനൊരു കാറും വാങ്ങിക്കൊടുത്തു. പക്ഷെ പുള്ളിയുടെ പ്ലാൻ വേറെ ആയിരുന്നു. ആ പ്ലാനൊക്കെ തെറ്റിച്ച് ലക്ഷം വീട് കോളനിയിലെ മല്ലിയുടെ ഒപ്പം ഇവൻ ഗുരുവായൂർക്ക് പോയി. നമ്മുടെ മല്ലി. ബാക്കി ഇവൻ തന്നെ പറയട്ടെ. എടാ ഗുരുവായൂർ പോയിന്നുള്ള ശരിയാണ്. സംഗതിയൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് പിടിയുന്നത്. കട്ടി എന്റെ അടുത്ത് പേരെന്താന്ന് ചോദിച്ചു. ഞാൻ കിട്ടിയ വാക്കിന് വർക്കിന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, അയാളുടെ ഒട്ടുക്കത്തൊരു ചോദ്യം. വർക്കിക്ക് എന്താടാ ഗുരുവായൂർ കാര്യമൊന്നും. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അവർക്ക് കൂടെ എന്നെ പിടിച്ച് മാലടിപ്പിച്ചടാ. കുളിരേ. എന്താണ് ഒന്ന് ലുക്കായിണ്ടല്ലോ. ആരാക്ഷി? നമ്മുടെ കടയുടെ ഓണറിന്റെ മോളാ. അവന്റെ മാവും പൂത്തു. നിന്റെ വയലിനോടാ? വയലിന് അവളുടെ കയ്യില. ഓ, അപ്പൊ അവിടം വരെയൊക്കെ എത്തിയല്ലേ? എന്നിട്ട് സുഖാണോടാ? പിന്നെ അപ്പൊ അതിലൊക്കെ എത്തി. കട്ടപ്പരടി. ചേഴ്സ്. കുഞ്ചു അല്ലേ? കറക്റ്റ് ആയിട്ടൊക്കെ എണ്ണി നോക്കണം കേട്ടോ. അടുത്തയാള് സ്വാമി മാനേജറെ വിളിച്ചത്. ബാങ്ക് പൂട്ടി താക്കോല് സ്വാമിയുടെ കയ്യിൽ വെച്ചു. പിന്നെ ഒരു ഗുഡ് ന്യൂസും കൂടി. നമ്മുടെ പുതിയ ATM മെഷീന്റെ ഉദ്ഘാടനം സ്വാമിയുടെ മോനെ കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അതെ. ഓ, ഈ സ്വാമിന്റെ ഒരു ഭാഗ്യേ. ഒക്കെ തേവരുടെ അനുഗ്രഹ. അല്ല സ്വാമി, ഈ തേവരെന്ന് പറയുന്നതേ മാസത്തിൽ 5 ദിവസം മാത്രം തുറക്കുന്ന അമ്പലത്തിലെ ദൈവമല്ലേ? ഇങ്ങക്കതാ മുഴുവൻ ദിവസവും തുറന്നൂടെ? പെരുത്ത് വരുമാനം കിട്ടും. ആയിഷ, അതൊക്കെ കാരണവന്മാര് പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങളാ. നമ്മളായിട്ട് കൂട്ടിയാ കൂടൂല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
കട്ടി ഡാ. ഞാൻ പറയണ വല്ലതും നീ കേക്കുന്നുണ്ടാ കണാപ്പ്? വിശന്ന് മനുഷ്യന്റെ കൊടല് കരിയാണ് പിടിച്ച്. ടച്ചിങ്സും ഇല്ല, തേങ്ങയില്ല. ഇത് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും അടിക്കാന്ന് വെച്ചാ എന്തെങ്കിലും നക്കണ്ടേ? ചെന്നൈയിൽ എന്താ അവസ്ഥ എന്നൊരു പിടിയും കിട്ടുന്നില്ല. ടച്ചിങ്സ് ഒപ്പിക്കാൻ എന്താണ് ഇത് വഴി? കട്ടി കൊല്ലിയമ്മല്ല വരുന്നത്. അതിന്റെ കയ്യിൽ എന്തെങ്കിലും കാണും. കൊല്ലിയമ്മേ, മടിയിലെന്താ? അതല്ല, അതിന്റെ താഴെ തെറ്റിരിച്ചു. ഞാൻ മുറുക്ക ഉദ്ദേശിച്ചത്. ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഈ ആനക്കട്ടിയാണ് അല്ലേ? അയ്യോ, പക്ഷെ മദ്യം ഒഴിക്കേണ്ട കാര്യത്തിൽ ഇത്തിരി കട്ടിയ കാറ്റേ. എന്താ ഇങ്ങനെ? എങ്ങനെ? ഒരു മാറ്റില്ലല്ലോ. അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, മാറേണ്ടത് മനുഷ്യനല്ല ചിന്താഗതിയാണ്. നീ പറഞ്ഞ അടിക്കണ പ്രതിഭാ കോളേജിന്റെ വൈബോ. ബാഷേട്ടാ, നിങ്ങളുടെ വീട്ടില് ചെന്നൈയിൽ ഏതോ ഒരു തമിഴൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ബാ. என்னடா நான் சொன்னது உனக்கு புரியல? 1 கோடி ரூபாய் என்ன சீட் பண்ணிருக்கான். இந்த செட்டியாரை ஏமாத்திட்டு இந்த ஊரை விட்டே போன நினைச்சா அவன் முட்டாள்றா. இந்த உலகத்துல எங்க போய் ஒளிஞ்சாலும் அங்கேயும் வருவான் அந்த செட்டியார். என்னடா நானும் சொல்லிக்கிட்டே இருக்கேன், நீயும் மர மாதிரி நிக்கிற. உனக்கு வெக்கம், சூடு, சொரணை ஒண்ணுமே இல்ல. நான் ஒரு முட்டா கடவுளே, நான் ஒரு முட்டாளா இருப்பேன் போல இருக்க. உனக்கு தமிழ் தெரியாதா? വെള്ളപ്പാണ്ടി മലയാളത്തെ ചൊല്ലിക്കൊറ. അതായത് സ്വാമി, നിങ്ങളുടെ മകൻ 1 കോടി റുപ്യ അടിച്ചു മാറ്റി സ്ഥലം വിട്ടെന്നാണ് ചെട്ടിയാർ സാർ പറയുന്നത്. நான் எப்படியா சொன்னேன்? செட்டியா சொல்ற மாதிரி மாசா சொல்ற மாசா. டேய், உனக்கு நான் 10 நாள் டைம் தரேன். அதுக்கப்புறம் என் காசு என் கைக்கு வரணும். சென்னையில கால் விரல் வரைக்கும் காசு கிடைக்கும். ஓ மகனை நான் பீஸ் பீஸா வித்துருவேன். ஞாபகம் வச்சுக்கோ. 10 நாள், 10 days. வரட்டுமா பாப்பா? வரட்டுமா? 10 days. வாடா. അതെ, നീ വീട്ടിൽ പോണ്ട. ചെട്ടിയാരൊന്ന് പോയി തൽക്കാലം ഒന്ന് മാറിക്കാൻ പറ്റുമോ നോക്കി കേട്ടാ.